റിസൾട്ട് വന്നു, ഒരു സപ്ലി. ഞാൻ പഠിപ്പിച്ച സബ്ജക്റ്റാണ് എനിക്ക് സപ്ലി വരുന്നത്. ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് ഡിസ്റ്റിങ്ഷനും ഞാൻ 2 മാർക്കിന് ഫെയിലാവും ചെയ്തു. അന്ന് ഞാൻ മാനസികമായി തളർന്നതിന് ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നു, കരയിലായി, കോഴ്സ് ഡ്രോപ്പ് ചെയ്യലായി. എൻ്റെ വാശിയും ദേഷ്യമൊക്കെ അങ്ങ് എക്സ്ട്രീമിലേക്ക് പോയി. ആർക്കും പിടിച്ചാൽ കിട്ടാത്ത ഒരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തി. ലാസ്റ്റ് അമ്മ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോ, നീ അടുത്ത എക്സാമിന് പാസ്സാവും, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു. സ്ഥിരവും കാലത്ത് എണീക്കും, പ്രാർത്ഥിക്കും, വൈകിട്ടും പ്രാർത്ഥിക്കും. കുട്ടികളൊക്കെ ചോദിക്കും, നീ എങ്ങനെ ഈ കാലത്ത് എണീറ്റ് പ്രാർത്ഥിക്കണേന്നൊക്കെ ചോദിക്കും. ഒരാളോടും ഒന്നിനോടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കാനുള്ള മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല. എക്സാം എഴുതി, സപ്ലിയുടെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാനാണെങ്കിലും പത്രം വിതരണം ചെയ്യാനാണെങ്കിലും മുടങ്ങിയിട്ടില്ല. സെക്കൻഡ് ഇയർ എക്സാം വന്നു, എക്സാം എഴുതി, പാസ്സായി. തേർഡ് ഇയർ ആയപ്പോൾ എനിക്കൊരു മോഹം, എൻ്റെ അമ്മ കുറേ കാലമായി കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിക്കണം. ഇന്നേ വരെ എന്നെ കൊണ്ട് ഒരു മാർക്കായിട്ട് എൻ്റെ അമ്മയ്ക്ക് അഭിമാനത്തോടെ 4 ആളുടെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു മൊമെൻറ്റ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. എനിക്കൊരു സബ്ജക്റ്റ് ഇഷ്ടമായിരുന്നു, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്നാണ്. എന്നെക്കൊണ്ട് സാധിക്കും എന്ന് ഞാൻ വിചാരിച്ച് പഠിച്ചു. ഞാൻ മാതാവിൻ്റെ കാശിരൂപം, ഈ ലോക്കറ്റ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും ഓരോ നന്മ നിറഞ്ഞ മറിയുമേയും ചൊല്ലി എഴുതി.